ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഡെഡ് ലൈൻ ഡേ ട്രാൻസ്ഫർ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓസിമൻ വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പല ചെൽസി ഫാൻസ് ഇതേപോലെ ട്വിറ്ററിൽ ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്തായി മക്കളെ ഓസിമൻ വന്നോ എന്നുള്ള ചോദ്യം തന്നെയാണ് പല ചെൽസി ഫാൻസിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ സോഫാർ എന്താണ് വന്നിട്ടില്ല, സോഫാർ എന്താണ് ഒരു തീരുമാനമായിട്ടില്ല. അതാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഡെഡ് ലൈൻ ഡേ ആണ്, ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളാണ്, പെട്ടെന്ന് മാറി പറയാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് പല രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നുണ്ടായിരുന്നത്, പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ അതിൽ തന്നെ അൽ അഹ്ലി, സൗദിയിൽ നിന്നുള്ള അൽ അഹ്ലിയും ചെൽസിയും തന്നെയാണ് വിക്ടർ ഓസിമൻ്റെ സിഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ടായിരുന്നത് നമുക്ക് അറിയുന്നൊരു സംഭവം തന്നെയാണ്. ഇന്ന് അതിനെക്കുറിച്ച് തന്നെ കാലത്ത് ഞാൻ അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ രീതിയിൽ തന്നെയാണ് റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അൽ അഹ്ലി വിക്ടർ ഓസിമനെ പൊക്കിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പല ജേർണലിസ്റ്റുകളും പറയുന്നു. അപ്പോൾ അതിൽ തന്നെ ഫാബ്രിസ് റോമനൊക്കെ പറഞ്ഞത് എന്താണ്, അൽ അഹ്ലിയും നാപ്പിളിയും തമ്മിലൊരു ഡീൽ എഗ്രി ചെയ്തിട്ടുണ്ട്, പക്ഷേ പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിട്ടില്ല. വിക്ടർ ഓസിമൻ ഇപ്പോഴും ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടില്ല. ചിലർ പറയുന്നുണ്ടായിരുന്നു ഗ്രീൻ ലൈറ്റ് കൊടുത്തു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ആക്ച്വലി ഇപ്പോൾ നിലവിലത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓൺസ്റ്റൈനൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. എന്താണ്, അൽ അഹ്ലി അവർ ഐവൻ ടോണിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഫോക്കസ് ഐവൻ ടോണിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 40 മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് ബ്രെൻഫോർഡിൽ നിന്നും ഐവൻ ടോണി എന്ന് പറയുന്ന ഇംഗ്ലീഷ് സ്ട്രൈക്കറിനെ അൽ അഹ്ലി സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് റിപ്പോർട്ട് കേട്ടിരുന്നത് അൽ അഹ്ലിക്ക് ഐവൻ ടോണിയെയും വിക്ടർ ഓസിമനെയും വേണമെന്നുള്ളത്. എന്താ അത്, ഒരു മയം വേണ്ടേ? അപ്പോൾ അത് എന്താ ടെക്നിക്കലി പോസിബിൾ അല്ല എന്നുള്ള പോലും. അപ്പോൾ എന്താണ്, അവർക്ക് ഇതിൽ ഒരാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് ഐവൻ ടോണിയിലാണ്. മെഡിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ഇനി ഇതിൽ വല്ല മാറ്റം സംഭവിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം നമുക്കറിയാം, ബ്രെൻഫോർഡിൽ ഐവൻ ടോണി നിലവിൽ മേടിച്ചുകൊണ്ടിരിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ളൊരു സാലറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭീകരമായിട്ടുള്ള ഇൻക്രിമെൻ്റാണ് സൗദിയിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ചങ്ങായി ഓക്കെയാണ്, ചങ്ങായി ഹാപ്പിയാണ്, അൽ അഹ്ലി ഹാപ്പിയാണ്, അവർക്ക് നല്ലൊരു പ്രീമിയർ ലീഗ് പ്രൂവൺ സ്റ്റാറിനെ കിട്ടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവമാണ് ഐവൻ ടോണിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ്, ചെൽസി ഈ ഓസിമൻ ഡീൽ എങ്ങാനും കൊളാപ്സായി പോയാൽ എന്താണ് ബാക്കപ്പ് ഓപ്ഷനായിട്ട് വെച്ചിട്ടുള്ള പ്ലെയറായിരുന്നു ഐവൻ ടോണി. പക്ഷേ ഐവൻ ടോണിയെ സൗദി കൊണ്ടുപോകുന്ന രീതിയിലാണ് നിലവിൽ കാര്യങ്ങളുള്ളത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കാൽവെർട്ട് ലൂയിൻ്റെ പേരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ചെൽസി അങ്ങനെ ഒരു എൻക്വയറി നടത്തി എന്നുള്ള രീതിയിൽ പോൾ ജോയ്സൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് പോൾ ജോയ്സൊക്കെ. മേഴ്സി സൈഡ് ഏരിയയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങയാണ്. അപ്പോൾ എന്താണ്, ഡയറക്ടർ ഓഫ് ഫഫാനെ അങ്ങോട്ട് കൊടുത്തിട്ട് കാൽവെർട്ട് ലൂയിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. പക്ഷേ എന്താണ്, രണ്ടുപേരുടെയും വാല്യൂഷൻ തമ്മിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നടക്കാൻ സാധ്യതയില്ല. പിന്നെ കാൽവെർട്ട് ലൂയിൻ്റെ കോൺട്രാക്റ്റിലാണെങ്കിൽ 1 ഇയർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ചെൽസി ആണെങ്കിൽ ഒരു 10 മില്യൺ പൗണ്ട് 12 മില്യൺ പൗണ്ടൊക്കെ കൊടുത്തിട്ട് ആ ചങ്ങാനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടായിരുന്നില്ല. അത്തരത്തിലൊരു എൻക്വയറിയാണ് നടത്തിയത് എന്നുള്ളതാണ് പിന്നെ പോൾ ജോയ്സ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ നിലവിലത്തെ സിറ്റുവേഷനിൽ എവർട്ടണിൽ തന്നെ ചങ്ങായി തുടരും. എന്നിട്ടാണ് ജനുവരി ആയി കഴിഞ്ഞാൽ ആൾക്ക് ഏത് ക്ലബിനോട് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ. കാരണം അപ്പോൾ എന്താണ്, ആളുടെ കോൺട്രാക്റ്റിൽ പിന്നെ 6 മാസം മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല വാർത്തകളും ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ഓൺസ്റ്റൈൻ്റെ റിപ്പോർട്ട് പ്രകാരം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെൽസി വിക്ടർ ഓസിമനുമായിട്ട് പേഴ്സണൽ ടേംസ്, സാലറിയുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് എഗ്രി ചെയ്തിട്ട് ആയിരിക്കും പിന്നെ നാപ്പിളിയുമായിട്ട് ഫീയുടെ കാര്യം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അൽ അഹ്ലി പിന്നെ നാപ്പിളിയുമായിട്ട് ഏകദേശം എന്താണ് 80 മില്യൺ യൂറോസിൻ്റെ അടുത്ത് വരുന്ന ഒരു തുകയ്ക്ക് ഡീൽ എഗ്രി ചെയ്തിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ചെൽസിയും ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ തുക കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷേ എന്താണ്, ആദ്യം വിക്ടർ ഓസിമൻ്റെ ഗ്രീൻ ലൈറ്റ് കിട്ടണം, വിക്ടർ ഓസിമൻ്റെ ഭാഗത്തു നിന്ന് കംപ്ലീറ്റ് ഓക്കെ കിട്ടണം. അപ്പോൾ എന്താണ്, ചെൽസി ആണെങ്കിൽ ഒരു വേജ് സ്ട്രക്ചർ ഉണ്ട്. കാരണം വലിയ രീതിയിലുള്ള ബേസ് സാലറി ചെൽസി കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ ഈ ഒരു പ്രൊജക്റ്റിൽ. അപ്പോൾ എന്താണ്, ഇൻസെൻറ്റീവ് ബേസിസ് ആയിട്ട്, അതായത് പെർഫോമൻസിൻ്റെ ബേസിസ് ആയിട്ട് നല്ല രീതിയിൽ ഗോൾ അടിച്ചാലോ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്താലോ ഒക്കെ എന്താണ് മോശമില്ലാത്ത രീതിയിലുള്ളൊരു എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പാക്കേജാണ് അവർ മുമ്പോട്ട് വെക്കുക. പക്ഷെ അത് വിക്ടർ ഓസിമൻ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ മോശമില്ലാത്ത രീതിയിലുള്ളൊരു ബേസ് സാലറിയും പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ആഡ് ഓൺസും കൂടി അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആൾ
അൽ അഹ്ലി മുമ്പോട്ട് വെച്ച തരത്തിലുള്ള ഒരു ഭീകരമായിട്ടുള്ള ഓഫർ നിരസിച്ചിട്ട് ചെൽസിയിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചെങ്ങായി എൻ്റെ ഇൻസ്റ്റൻറ്റ് ഫേവറേറ്റ് ചെൽസി പ്ലെയറായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ്, ഞാൻ ഒരുപാട് തവണ ഈ ചാനൽ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എത്രത്തോളം വിക്ടർ ഓസിമെൻ ചെൽസിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ, അതായത് എജാതി ഓഫറാണെന്നറിയോ, 40 മില്യൺ യൂറോസ് പെർ സീസൺ ഏൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാലറിയാണ് അൽ അഹ്ലി മുമ്പോട്ട് വെച്ചത്. അത് നിരസിച്ചിട്ട് ചെങ്ങായി ചെൽസിയിലേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, ഇൻസ്റ്റൻറ്റ് ഫേവറേറ്റ് ആവൂലേ? അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ്, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇതിൽ കൃത്യമായിട്ടും ഏജൻറ്റ് ഒരു ഗെയിം കളിക്കുന്നുണ്ടാവും. ഏജൻറ്റ് നല്ല രീതിയിലുള്ള ഏജൻറ്റ് ഫീ തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തും, അത് വേറെ കാര്യം. പിന്നെ തൻ്റെ ക്ലയൻറ്റിന് ഏതാണോ ബെസ്റ്റ് അതും പിന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കും. അപ്പോൾ ഇനി കാത്തിരുന്ന് കാണാം. ഈ ഡെഡ് ലൈൻ ഡേ എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 വിൻഡോ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഡീൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ടാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അതാണ്. പിന്നെന്താണ്, നമ്മൾ റൊമേലു ലുക്കാക്കു നേരെ നാപ്പിളിയിലെത്തി കോൺടയുമായിട്ട് ഉള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ജെയ്ഡൻ സാൻചോയെ ചെൽസി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് നടക്കുന്നുണ്ട്. ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ രീതിയിലാണ് ചെൽസി ജെയ്ഡൻ സാൻചോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ആ ഒരു ഫീ വേണം, അതിൻ്റെ കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മളൊരു സ്വാപ്പ് ഡീൽ കണക്കാണ് നടക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിപ്പോൾ അത്തരത്തിലൊരു സ്വാപ്പ് ഡീലായിട്ടല്ല പറഞ്ഞു കേൾക്കുന്നത്, സെപ്പറേറ്റ് ഡീലായിട്ടാണ് നടക്കാൻ പോകുന്നത്. പിന്നെന്താണ്, രഹീം സ്റ്റേർലിങ്ങിൻ്റെ ഡീലിനെ കുറിച്ച് പിന്നെ കാര്യമായിട്ടൊന്നും നമ്മൾ കേട്ടില്ല. കോംപ്ലിക്കേറ്റഡ് ഡീലാണത്. പുള്ളിക്കാരൻ ഭീകരമായിട്ടുള്ള സാലറിയാണ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർസണൽ താല്പര്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നേരത്തെ താല്പര്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് രഹീം സ്റ്റേർലിങ്ങിൻ്റെ ഡീലിൽ നടക്കുന്നതായി കേട്ടിട്ടില്ല. പിന്നെ കേൾക്കുന്നത് എന്താണ്, കാർണി ചൊക്കോമേക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചെൽസി സംബന്ധിച്ചിടത്തോളം ചെങ്ങനെ പെർമനൻ്റായിട്ട് നിലവിൽ വിൽക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ എവിടെയൊക്കെ വായിച്ചു. അതുപോലെ തന്നെ വെസ്റ്റ് ഹാമിന് കാർണിയിലൊരു താല്പര്യമുണ്ടെന്നുള്ള വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും. സാൻചോ ഇപ്പോൾ ചെൽസിയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ്. ഡീൽ ഓൾമോസ്റ്റ് ഒരു ഡൺ ഡീൽ ഘട്ടത്തിലാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡെഡ് ലൈൻ ഡേ ആയതുകൊണ്ടേ നമുക്കൊന്നും അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതാണ് മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാർത്ത സാൻചോയുടേത്. കാർണിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറാണ്. നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മിഡ്ഫീൽഡറാണ്. ആൾക്ക് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ മിനിറ്റ്സ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ പറ്റാതിരുന്നത്. അപ്പോൾ സീസണിൻ്റെ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വരികയായിരുന്നു കാർണി. അപ്പോഴാണ് ചെങ്ങായിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത്. ആസ്റ്റൺ വില്ലയിൽ നിന്നാണ് ചെൽസി സൈൻ ചെയ്തിട്ടുള്ളത് കാർണിയെ. അപ്പോൾ കാർണിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് ഡീലായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്, ആൾ ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആളെ വിൽക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ലോണാണെങ്കിൽ ഫൈൻ, പക്ഷേ ജെയ്ഡൻ സാൻചോയെ കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ റഹീമൊക്കെ അവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്ര വൈഡ് പ്ലെയേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഇവരുടെ സ്ക്വാഡ് പ്ലാനിങ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും എത്രത്തോളമാണ് ഇനിയിപ്പോൾ ഇവന്മാർ ഫീ എഗ്രി ചെയ്തിരിക്കുന്നതൊക്കെ വെയിറ്റ് ചെയ്യാം. അത് തൽക്കാലം പുറത്ത് വന്നിട്ടില്ല. ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു 25 മില്യൺ പൗണ്ടിനൊക്കെ ഡീൽ നടക്കാനുള്ള സാധ്യത എന്നുള്ള തരത്തിലുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഓൺസ്റ്റൈനോ ഫാബ്രിസിയോ ഒക്കെ പറയട്ടെ, അതിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ അതാണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഡീലാണ് സത്യം പറയാലോ ഈ സാൻചോ ഡീൽ എന്ന് പറഞ്ഞാൽ. പിന്നെ സാൻചോക്ക് എന്തായാലും യുണൈറ്റഡിൽ കിട്ടുന്ന തരത്തിലുള്ള സാലറി ചെൽസി കൊടുക്കാൻ തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ ആ ഒരു ബേസ് സാലറി കുറച്ചിട്ട് എന്താണ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സിന് ഓക്കെ ആയിട്ടായിരിക്കും വരികയാണെങ്കിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടറിയാം അല്ലേ. പിന്നെന്താണ്, നമ്മുടെ ആൻ്റണിയൊക്കെ റയൽ ബെറ്റിസ് ലോൺ ഡീലിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടപടിയാവുന്നൊരു പരിപാടിയല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെന്താണ്, അൽ നസറിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 2 സൈനിങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്ന് സിമക്കൻ എന്ന് പറയുന്ന ഡിഫൻഡറിനെ ലെയ്പ്സിഗിൽ നിന്നും റൈറ്റ് ബാക്കായിട്ടും സെൻറ്റർ ബാക്കായിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്രഞ്ച് ഡിഫൻഡറിനെ
അൽ നസർ സൈൻ ചെയ്തിരിക്കുകയാണ്. 24-കാരനാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് ലെയ്പ്സിഗ് ഫെയ്നൂദിൽ നിന്ന് പിന്നെ നമ്മുടെ ഗീറ്റ്രൂഡയെ സൈൻ ചെയ്യുന്നുണ്ട്, 23-കാരനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് സിമക്കനെ പറഞ്ഞിട്ട് ഒരു ബെറ്റർ പ്ലെയറിനെയാണ് ലെയ്പ്സിഗ് സൈൻ ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അൽ നസർ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്ലെയറിനെ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ റീപ്ലേസ്മെൻ്റ് ആയി ഇവർ കൊണ്ടുവന്നുള്ള പ്ലെയർ കിടിലും പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സിമക്കനെ അൽ നസർ സൈൻ ചെയ്തത് 40 മില്യൺ യൂറോസിനാണെങ്കിൽ ഈ ഗിറ്റ്രൂഡനെ പിന്നെ ഫെയ്നൂദിൽ നിന്ന് ലെയ്പ്സിഗ് സൈൻ ചെയ്തത് 25 മില്യൺ യൂറോസിനാണ്. അപ്പോൾ അതാണ് അൽ നസറിൻ്റെ ഒരു വാർത്ത. പിന്നെ മറ്റൊരു വാർത്ത, ഒരു യങ് ഫുട്ബോളറിനെ ബ്രസീലിൽ നിന്ന് കൊണ്ടെത്തിച്ചിട്ടുണ്ട്, വെസ്ലി ടെക്ചേര എന്ന് പറയുന്ന ചെങ്ങായിനെ കൊരിന്ത്യൻസിൽ നിന്നാണ് പിന്നെ അൽ നസർ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ യങ് ഫുട്ബോളേഴ്സിനെ എന്താണ് സ്കൗട്ട് ചെയ്തിട്ട് അവർ ബ്രസീലിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 19-കാരനാണ്. ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിൽ, സെക്കൻഡ് സ്ട്രൈക്കറൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. എങ്ങനെ ചെങ്ങായി സൗദിയിൽ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതാണ് അൽ നസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ വാർത്ത. പിന്നെ ബാഴ്സലോണ 2006 ജനിച്ച ഡേവിഡ് ഒഡൂറോ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിനെ അക്ര ലയൺസ് എന്ന് പറയുന്ന അക്കാഡമിയിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വാങ്ങാൻ പോവുകയാണെന്നുള്ളതാണ്, വാങ്ങാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പം ഈ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഗാനയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഒരു പ്ലെയറിനെ ബാഴ്സലോണ സൈൻ ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത് ഡീല് ഓൾമോസ്റ്റ് ഡൺ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് മറ്റൊരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കിങ്സ്ലി കോമൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിങ്സ്ലി കോമൻ ബയൺ മ്യൂണിക്കിൽ നിന്ന് തുടരുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആളെ സംബന്ധിച്ചോളം യൂറോപ്പിൽ നിന്നും അൽ ഹിലാലിൽ നിന്നും പ്രപ്പോസലുകൾ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പുള്ളിക്കാരൻ റിജക്റ്റ് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ബയണിൽ തന്നെ തുടരുകയാണ് കിങ്സ്ലി കോമൻ. അപ്പോൾ അതൊക്കെയാണ് ചില അപ്ഡേറ്റുകൾ. വേറെയും അപ്ഡേറ്റുകൾ നമുക്ക് സംസാരിക്കാം, മറ്റൊരു എപ്പിസോഡിൽ കാണാം. എന്തായാലും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഈ ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ഡേയിൽ ഇരിക്കുന്നുണ്ടാവുക ചെൽസി ഫാൻസ് തന്നെ ആയിരിക്കും. നമ്മുടെ പൊന്നാര ഒസിമോൻ വരുമോ ഇല്ലയോ എന്നുള്ള വാർത്ത അറിയാനായിട്ട്. നടക്കുമോ? കാത്തിരിക്കാം അല്ലേ? എന്തായാലും മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.